ഹലോ ഗൈസ്, എല്ലാവർക്കും ജീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സാലഡാണ്. അത് മാംഗോ കാരറ്റ് ഒനിയൻ സാലഡാണ്. അപ്പോൾ നിങ്ങളാരും ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്ത് നോക്കണം. ഞാനിപ്പോൾ നിങ്ങൾക്കത് ചെയ്ത് കാണിച്ചു തരാം സാലഡ് എങ്ങനെയാണെന്നുള്ളത്. തിന്നായിട്ട് മാംഗോ കട്ട് ചെയ്ത് കൊടുക്കുക. കട്ടി പാടില്ല, ഇങ്ങനെ തിന്നായിട്ട് കട്ട് ചെയ്യുക. ക്യാരറ്റ് അതുപോലെ തന്നെ തിന്നായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ക്യാരറ്റും മാംഗോയും ഇത് ഇവിടെ നമ്മുടെ നാട്ടിൽ എല്ലാവരും ഈ സാലഡ് കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇതധികം പുറത്തൊക്കെയാണ് എല്ലാവരും ഈ സലാഡ് ഞാൻ കഴിച്ച് കണ്ടേക്കുന്നത്, മാംഗോയും ക്യാരറ്റും ഒനിയനൊക്കെ കൂടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ, കഴിച്ചിട്ടില്ലെങ്കിൽ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്യുക. ഒരു ചെറിയ പച്ചമുളക് കൂടി കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ, ഇട്ട് കൊടുക്കണം. ചെറിയൊരു മുളക് മതി, അധികം എരിവിൻ്റെ ആവശ്യമില്ല. നമ്മൾ മുളക് പൊടി അല്പം ഇടുന്നുണ്ടേ, അതുകൊണ്ട് പച്ചമുളക് പറഞ്ഞ് ചെറുത് ഇട്ട് കൊടുക്കുക. ഉള്ളി ഞാൻ കട്ട് ചെയ്ത്, സവാള ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാനും കൂടി ഒന്നിച്ചാക്കുക. ഒനിയൻ, ക്യാരറ്റ്, മാംഗോ, പച്ചമുളക് അരിഞ്ഞത് എല്ലാം കൂടി ഒരുമിച്ചിടുക. എല്ലാം ഒരുമിച്ചാക്കിയതിന് ശേഷം അല്പം ഒലിവ് ഓയിൽ ശേഷം ഒലിവ് ഓയിൽ ഒഴിച്ച ശേഷം അല്പം ഹണി കൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അല്പം മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ശേഷം നാരങ്ങ നീര് കൊടുക്കുക. പിന്നീട് കൈ കഴുകി, നമ്മൾ വീട്ടിൽ നമ്മൾ തന്നെയാണല്ലോ ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് ഗ്ലൗസ് ഒന്നും ഉപയോഗിക്കേണ്ട. നമ്മൾ കൈ കഴുകിയിട്ട് നന്നായിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം മിക്സ് ചെയ്യണേ, എല്ലാം നന്നായിട്ട് ചേരണം. അപ്പോൾ സലാഡ് റെഡിയായി. നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മോൾക്ക് കൊടുക്കാം. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. നന്നായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റ് ഉണ്ട്. എങ്ങനെയുണ്ട്? അമ്മേ, അപ്പം ക്യാരറ്റ്, മാംഗോ, ഒനിയൻ സാലഡ് എല്ലാവരും ട്രൈ ചെയ്യണം. ഞാൻ ഇതിനു കൂടെ കഴിക്കാനായിട്ട് കുറച്ച് ഗീ റൈസും ചിക്കനും കൂടി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഡിന്നർ ഇതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്.